ഫ്രണ്ട്സ്, ദിസ് ഇസ് അവർ ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹെയർ നന്നായിട്ട് കെയർ ചെയ്യായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഒമാനിലാണ്, എൻ്റെ ഹസ്ബൻഡ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 3 മാസത്തെ വിസിറ്റിങ്ങിന് വന്നതാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ 2.5 മാസം കഴിഞ്ഞു. 3 മാസം ആവാൻ പോണു. 2.5 അല്ല, 3 മാസത്തിനടുത്തായി തുടങ്ങി. എനിക്കിപ്പോൾ തിരിച്ചു പോകേണ്ട സമയമായി. പക്ഷേ ഈ 2 മാസം ഞാനിവിടെ നിന്നപ്പോഴത്തേക്കും എൻ്റെ മുടി കൊഴിഞ്ഞ് ഭയങ്കരമായിട്ട് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് 2 ദിവസത്തെ ഹെയർ. ഞാൻ ഏട്ടനെ കാണിച്ചു കൊടുക്കാം. മുടി കൊഴിയുണ്ടെന്ന് പറയുമ്പോൾ ഏട്ടാ കൊഴിയുന്നുണ്ട് അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ആൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, എത്രത്തോളം അത് പോകണുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ, 2 ദിവസത്തെ. ഇന്നലെ ഹെയർ ഓയിൽ ചെയ്തു. ഇവിടെ നിലത്ത് കൂടെ പൊഴിഞ്ഞു പോകുന്നത് അത് വേറെ. ഇത് ഇന്നലെ ഹെയർ ഓയിൽ ചെയ്തപ്പോഴും ഇന്ന് രാവിലെ ഹെയർ ഓയിൽ ചെയ്തപ്പോഴും പൊഴിഞ്ഞു വന്നിട്ടുള്ള ഹെയർ ആണ് കേട്ടോ. ഇത് ഇത്രയും മുടി എനിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്തും ഇതുപോലെ ഹെയർ പോയിട്ട്, ഞാൻ ഹോസ്റ്റലിൽ നിന്നിരുന്ന സമയത്ത് ഹോസ്റ്റലിൽ ഇതേപോലെ വെള്ളത്തിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം ക്ലോറിൻ വാട്ടർ ആയിരുന്നു അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഹെയർ നന്നായിട്ട് ഹെയർ ഫോൾ വന്നു, തലയിൽ താരം വന്നു. അങ്ങനെ ആയിട്ട് ഞാൻ അത് എന്താ പറയുക, കെയർ ചെയ്ത് കൊണ്ടുവന്ന് വളർത്തിയെടുത്തതാണ്. ഇപ്പം PGക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് പകുതിയോളം ഹെയർ കട്ട് ചെയ്യേണ്ടി വന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഫോട്ടോ വെക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്യാം കേട്ടോ, എൻ്റെ ഹെയറിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചത്, ഇപ്പോൾ നാട്ടിലത്തെ പോലെ, ഇപ്പം നാട്ടിലാണെങ്കിൽ നമ്മളെ ചെമ്പരത്തി, തുളസി അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്ത് ഞാൻ എന്നും ഹെയർ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അവിടുന്ന്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഒന്നും അങ്ങനത്തെ ഒന്നും കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതല്ലാണ്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളത് ഞാൻ ഓർത്തതും ഇല്ല, ചെയ്തതും ഇല്ല. ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ ആ തിരക്കിൽ മുടി കെയർ ചെയ്യാൻ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. അപ്പം നാളെ മുതൽ ഞാൻ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവുമായിരിക്കും. അപ്പോൾ അവർക്കും കൂടി ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നാളെ മുതൽ നമ്മൾ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ മുടി കൊഴിച്ചിലുണ്ട്, താരനുണ്ട്, മുടിയുടെ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നാളെ മുതൽ കൃത്യം ഇവിടെ ഒമാനിൽ 7 മണി, നമ്മുടെ നാട്ടിൽ 8:30 ഈ സമയമാകുമ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളൊരു കാര്യത്തിൽ വിശ്വസിച്ച് അത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹെയർ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. ഹെയർ വളരുമോ, ചെയ്താൽ നന്നാവുമോ ഇല്ലയോ എന്നുള്ള സംശയം കൊണ്ട് നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അത് നടക്കില്ല. നമ്മളൊരു കാര്യത്തിൽ വിശ്വസിച്ച് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കത് നടത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെനിക്ക് അനുഭവമുള്ള ഒരാളാണ്. എൻ്റെ ഹെയർ മുഴുവൻ പോയി ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് ഞാൻ വളർത്തിയെടുത്തതാണ്. അപ്പോൾ എനിക്കതിൽ കോൺഫിഡൻസ് ഉണ്ട്. അപ്പം താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം താല്പര്യമുള്ളവർ കൂടെ നാളെ മുതൽ കൃത്യസമയത്ത് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ. PGക്ക് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോഴുള്ള ഹെയറാണിത്. ഇതിൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം ഞാൻ മുടി കട്ട് ചെയ്തതിന് ശേഷമാണ് ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 8 മാസം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയാണ് കേട്ടോ ഇത്. 8 മാസം കൊണ്ട് തന്നെ എൻ്റെ ഹെയറിൽ ഇത്രയധികം മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹെയറിൽ ഈ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നാളെ മുതൽ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ.